ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. RRB എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനൊപ്പം തന്നെ എത്താനായിട്ട് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ LP എക്സാംസ് എല്ലാവരും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം എന്താണ് JEയുടെ സിറ്റി ഇൻറ്റിമേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മൺഡേ നമുക്ക് എന്ത് വരും, ടെക്നീഷ്യൻ്റെ വരും. അങ്ങനെ നമുക്ക് എന്താണ് ഓരോ എക്സാംസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്ക് ടു ബാക്ക് എക്സാംസ് ആണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ALP കഴിഞ്ഞു, ഇനി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത എക്സാമിന് നോക്കാം, അല്ലെങ്കിൽ ALPക്ക് പ്രിപ്പയർ ചെയ്തില്ലേ അടുത്ത എക്സാമിന് അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ഒന്നും വിചാരിക്കരുത്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യാതിരിക്കുന്നിടത്തോളം 2-3 പേര് നമ്മളെക്കാൾ, 2-3 ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഒരു എത്രയോ പേര് നമ്മളെക്കാൾ മുന്നേ പോകാനുള്ള ചാൻസ് ആണ് ഉണ്ടാവുന്നത്. അവിടെ നമ്മൾ 1 മിനിറ്റ് സ്കിപ്പ് ചെയ്യുമ്പം എത്രയോ പേര് നമ്മളെക്കാൾ മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ 1 മിനിറ്റും വെറുതെ കളയരുത്, ഒരു ദിവസവും വെറുതെ കളയരുത്. കിട്ടാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നമ്മൾ ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഒരിക്കലും വർക്കൗട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ചോദിച്ചാൽ മാത്രമേ നമ്മൾ ഒരു വട്ടം ചെയ്ത ക്വസ്റ്റ്യൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യുള്ളൂ. ഇവിടെ നമ്മൾ പറഞ്ഞു തരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഫ്രഷ് ആണ്. ഓക്കെ, ഒരു വട്ടം മാത്രമേ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഓരോ വീഡിയോസിലും വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്, പുതിയ ക്വസ്റ്റ്യൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നിപ്പോ റീസണിംഗ് ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം എക്സാമിനേഷൻ സക്സസ് ആണ് അല്ലെ. എക്സാമിനേഷനിൽ നമുക്ക് എന്താ വരിക, സക്സസ് ആണ് വരിക അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാച്ചസിൽ നമുക്ക് എന്താ കിട്ടുക, വിക്ടറി ആണ് അല്ലെ, വിജയമാണ്. മാച്ചസിലെ വിജയ സക്സസിനെ നമ്മൾ എന്താ പറയുക, വിക്ടറി എന്നാണ് പറയുക, സക്സസ് എന്നല്ല അല്ലെ, വിക്ടറി എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഫിറ്റ്സ് ദ ഗിവൺ ഫിഗർ. തന്നിരിക്കുന്ന ഫിഗറിൽ ഫിറ്റ് ആവാൻ ചാൻസ് ഉള്ള ഒരെണ്ണം ഏതാണ്? ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും, ഇങ്ങോട്ടേക്കായിരിക്കും അല്ലെ, അല്ലെങ്കിൽ എന്തായിരിക്കും, എങ്ങനെയാ വരിക, ദാ ഇവിടെ ഇതിപ്പോ എങ്ങനെയാ പോയിരിക്കണേ, ഇത് ഇങ്ങനെ പോയി, ഇവിടെ ഇങ്ങനെ വന്നു, ഇങ്ങനെയും വന്നു. അപ്പൊ ഇവിടെ ഇത് എങ്ങനെയാ വരേണ്ടത്, ഇങ്ങനെ വരണം. പിന്നെ എന്ത് വരണം, പിന്നെ എങ്ങോട്ടേക്കാ വരേണ്ടത്, ഇങ്ങോട്ടേക്കും പോകണം അല്ലെ. അപ്പൊ അതാണ് ഓപ്ഷൻ, ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെലക്ട് ദ റോങ് നമ്പർ ഫ്രം ദ ഗിവൺ സീരീസ്. തന്നിരിക്കുന്ന സീരീസിൽ നിന്നും റോങ് നമ്പർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, 6 + 6 ആണ് 12, 12 + 8 ആണ് 20. അപ്പൊ നോക്കിയേ, 6ന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോ 8 കിട്ടി. ഓക്കെ, ഇവിടെ 20 + 12 ആണ്, അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്, പോട്ടെ. +10, അവിടെയും എന്തോ ഒരു പ്രശ്നം വന്നു അല്ലെ. ഇനി ഇവിടെ എന്ത് വന്നു, 42ൽ നിന്നും 56 എന്ന് പറഞ്ഞാൽ എത്രയാണ്, +16 ആണ്, +18 ആണ്. അപ്പൊ നോക്കിയേ, ഇവിടെ രണ്ടിടത്ത് എന്തോ ഒരു കുഴപ്പം വന്നു അല്ലെ. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്താണ്, ഇവിടെ +10ഉം ഇവിടെ എന്ത് വരണം, +12, സോറി, ഇവിടെ +14, ഇവിടെ +16, ഇതാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് മിസ്റ്റേക്ക് വന്ന നമ്പർ ഏതാണ്, 32 ആണ് വന്നത്. നമുക്ക് അവിടെ വരേണ്ടിയിരുന്നത് എന്തായിരുന്നു, 30 ആണ് വരണമായിരുന്നത്. ഓക്കെ, 20 കഴിഞ്ഞ് 30 കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് വരേണ്ടത്, 42 വരേണ്ടത്. അപ്പൊ മിസ്റ്റേക്ക് വന്ന നമ്പർ ഏതാണ്, റോങ് നമ്പർ ഏതാണ്, 32 ആണ് റോങ് നമ്പർ. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എങ്ങനെയാ ചെയ്ത് എന്നുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ദ ട്രെയിൻ ഫെയർസ് ഹാവ് ഇൻക്രീസ്ഡ് ബൈ 25% വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. ട്രെയിൻ ചാർജ് 25%, പെട്ടെന്ന് തന്നെ ട്രെയിൻ ചാർജ് എന്തായി, 25% ഇൻക്രീസ് ചെയ്തു. അപ്പൊ നമുക്ക് കൺക്ലൂഷൻ എന്താ പറയുന്നത്, പീപ്പിൾ സ്റ്റിൽ പ്രിഫർ ട്രാവലിംഗ് ബൈ ട്രെയിൻ ഡെസ്പൈറ്റ് ദ ഇൻക്രീസ്. ഓക്കെ, ചാൻസ് ഉണ്ട് അല്ലെ, ഇൻക്രീസ്, ട്രെയിൻ ഫെയറിന്റെ ഇൻക്രീസ് ഒന്നും കണക്കാക്കാണ്ട് ആൾക്കാർ ട്രാവൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതർ മോഡ്സ് ഓഫ് കമ്മ്യൂട്ടേഷൻ മേ ഓൾസോ ഇൻക്രീസ് ദർ ഫെയർസ്. ട്രെയിൻ ചാർജ് കൂട്ടി എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ട്രാവൽ കമ്മ്യൂട്ടേഷൻ മോഡൊക്കെയും ചാർജ്, ഇപ്പൊ ഫ്ലൈറ്റ് ചാർജ്, ബസ് ഫെയർ, ഇതൊക്കെ കൂട്ടാനുള്ള ചാൻസ് ഉണ്ടോ, ഇല്ല. അപ്പോ എന്തേ ഉള്ളൂ, കൺക്ലൂഷൻ 1 മാത്രമേ ഫോളോ ആവാനുള്ള ചാൻസ് ഉള്ളൂ.
ഓക്കെ, കൺക്ലൂഷൻ 1 മാത്രമാണ് ചാൻസ് ഉള്ളത്. അടുത്തത്, in the following series one term is missing as shown by the question mark. Select the missing term from the given options. സിമ്പിൾ ആണ്, ഒന്ന് നോക്കിയേ. A B C D E F G H I J. അപ്പൊ ഇനി എന്താണ്? K L M N O. ഓപ്ഷനിൽ ഇതുണ്ടോ എന്ന് നോക്കുക, മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമോന്ന്. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആർഗ്യുമെന്റ്, ഇത് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ പോലെ തന്നെയാണ് കേട്ടോ. ഈ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാലും ഇത് എന്താണിത് എന്ന് വിചാരിക്കേണ്ട, അത് തന്നെയാണ് ഇത്. ആർഗ്യുമെന്റിൽ എന്താ പറയണത്? എക്സ് അഡ്വൈസ്ഡ് വൈ ദാറ്റ് ഇഫ് ഹി ഓർ ഷീ വാണ്ട്സ് ടു സ്റ്റഡി മാനേജ്മെന്റ് ഹി ഓർ ഷീ ഷുഡ് ജോയിൻ IIM. മാനേജ്മെന്റ് സ്റ്റഡീസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ എവിടെ ജോയിൻ ചെയ്താൽ മതി എന്നാ പറയണത്? IIM-ൽ ജോയിൻ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, അഡ്വൈസ് ആണ്, ഉപദേശിച്ചതാണ് അല്ലെ. IIM പ്രൊവൈഡ്സ് ഗുഡ് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ. ശരിയാണ്. IIM പറയുന്നത് എന്തുകൊണ്ടാണ്, ചൂസ് ചെയ്തത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്തത് എന്തുകൊണ്ടാണ്? നല്ല മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് കൊണ്ട്. എക്സ് ലിസൺസ് ടു ദ അഡ്വൈസ് ഗിവൺ ബൈ വൈ. ചാൻസ് ഉണ്ട് അല്ലെ, കാരണം കൊടുത്ത അഡ്വൈസ് എന്താണ്? നല്ല അഡ്വൈസ് ആണ്. സോ എക്സ് വൈ കൊടുത്ത അഡ്വൈസ് കേട്ടാലും തെറ്റ് പറയാൻ പറ്റില്ല. അപ്പൊ എന്താണ്? 1 and 2 follows. ഓക്കെ, കൺക്ലൂഷൻ 1 and 2 follows. ഓക്കെ, അടുത്തത് പീപ്പിൾ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ നിന്നും ഒരാളെ നമ്മൾ എന്താ പറയുക? പേഴ്സൺ എന്നാണ് പറയുക അല്ലെ. പീപ്പിളിൽ നിന്നും ഒരാളെ പേഴ്സൺ എന്ന് പറയും. ഇവിടെ നോക്ക്, ഫംഗസിൽ നിന്നും ഒരെണ്ണത്തിന് ഫംഗൈ എന്ന് പറയും അല്ലെ. കാക്ടൈ കാക്ടസ്, റേഡിയസ് റേഡിയൈ, ന്യൂക്ലിയസ് ന്യൂക്ലിയൈ. ഇതൊക്കെ എന്താണ്? കൂടുതലാണ്. കാക്ടൈ എന്ന് പറഞ്ഞാൽ ഒന്നാണ്, കാക്ടസ് ആണ് കൂടുതൽ. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്, റേഡിയൈ ആണ് കൂടുതൽ. അപ്പൊ എന്താണ്? ഫംഗസ് ആൻഡ് ഫംഗി ആണ് നമ്മുടെ ഓപ്ഷൻ. ഓക്കെ, ഫംഗസ് ആൻഡ് ഫംഗി ആണ് ഓപ്ഷൻ വരുന്നത്. അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഇൻ ദ ഗിവൺ സീരീസ് ഹൗ മെനി എയ്റ്റ്സ് ആർ ദർ ദാറ്റ് ആർ നോട്ട് ഡിവിസിബിൾ by a number to its left but completely divisible by the number to its right. ലെഫ്റ്റിലെ നമ്പറുമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതും റൈറ്റിലെ നമ്പറുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള എത്ര 8 ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ദാ ഇവിടെ ലെഫ്റ്റില് ഈ 8 എന്താണ്? രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അത് നമുക്ക് ഓപ്ഷനിൽ കണക്കാക്കാൻ പറ്റില്ല. ഈ 8ഉം അതുപോലെ തന്നെയാണ്, ഇവിടെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ 8 എന്താണ്? ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണ്? ആ 3 8ഉം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ആണെങ്കിൽ ഈ 8നെ വെച്ചിട്ട് നമുക്ക് 5ൽ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ 8നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ 8 എന്താണ്? 8 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷെ 3 വെച്ച് പറ്റില്ല. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു 8 മാത്രമേ ഉള്ളൂ. സോ ഓപ്ഷൻ എന്താണ്? 1 എന്ന് പറയുന്ന ആൻസർ ആണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, തന്നിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു 8 മാത്രമേ ആ സീരീസിൽ ഉള്ളൂ. അടുത്തത്, എ മാൻ വാക്സ് 10 കിലോമീറ്റർ ടുവാർഡ്സ് ഈസ്റ്റ്. ഈസ്റ്റിലേക്ക് എത്ര പോയി? 10 കിലോമീറ്റർ പോയി. ഓക്കെ, then takes a right turn and walks 8 kilometer. ഈസ്റ്റിലേക്ക് പോയിട്ട് ഒരു റൈറ്റ് ടേൺ ആണ് അല്ലെ എടുക്കുന്നത്. റൈറ്റ് എന്ന് പറയുമ്പോൾ ഈസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് റൈറ്റിലേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങോട്ടേക്കാണ്. എത്രയാണ് എടുക്കുന്നത്? എത്ര പോയി? 8 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് വന്നു, റൈറ്റിലേക്ക് വന്നു. ആൻഡ് അഗെയിൻ ടേക്സ് എ ലെഫ്റ്റ്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് എന്താ ചെയ്യുന്നത്? ഒരു ലെഫ്റ്റ് ആണ് എടുക്കുന്നത് അല്ലെ. അപ്പൊ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇങ്ങോട്ടേക്കായിരിക്കും. അപ്പൊ ലെഫ്റ്റിലേക്ക് എത്ര ദൂരം പോകുന്നുണ്ട്? ഒരു 6 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ മാൻ വിത്ത് റെസ്പെക്ട് ടു ഹിസ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ. സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പോ അയാള് എവിടെയാണ് നിൽക്കുന്നത്? സൗത്തിലാണ് നിൽക്കുന്നത്, ഈസ്റ്റിലാണ് നിൽക്കുന്നത്. സോ നമ്മുടെ ആൻസർ എന്താണ്? സൗത്ത് ഈസ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സൗത്ത് ഈസ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റേറ്റ്മെന്റ് ആണ്.
ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയണത്? പോവർട്ടി ഈസ് ഇൻക്രീസിങ്. Okay, poverty is increasing because politicians don't understand poverty, nor do they know anything about the problem faced by the poor. All politicians should be replaced. എല്ലാ രാഷ്ട്രീയക്കാരെയും റീപ്ലേസ് ചെയ്താൽ ഈ പ്രശ്നം തീരുവോ? ഇല്ല. All politicians should ask to live in poor conditions. അത് പോസിബിൾ ആണോ? അതും പോസിബിൾ അല്ല. അപ്പൊ എന്താണ്? Neither the conditions follow. രണ്ട് കണ്ടീഷൻസും എന്താണ്? ഫോളോ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താണ്, നമുക്ക് നമ്മളിവിടെ തന്നിരിക്കുന്ന ചേരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ എന്താണ്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ റീസണിങ്ങിലാണെങ്കിലും നമുക്ക് കുറച്ചധികം പാറ്റേൺസ് ഉണ്ട്. ആ പാറ്റേൺസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്ന് അതിനകത്തുനിന്ന് എങ്ങനെ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളോടൊപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തവണത്തെ RRBയിൽ നല്ലൊരു റാങ്കിൽ, നല്ലൊരു പൊസിഷനിൽ തന്നെ എല്ലാവർക്കും എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആവുന്നുണ്ട്, നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ മെറ്റീരിയൽ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.